നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രതിരോധിക്കാവുന്ന കിഡ്നി രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ഇന്ത്യ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ സരോജ നായരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഈ കിഡ്നിയെ പലപ്പോഴും അതൊരു അസുഖമായിട്ട് നെഫ്രോളജിസ്റ്റിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിലൊന്നും ആരും ടെൻഷൻ അടിക്കാറൊന്നുമില്ല. അതായത് ഒരു ഹാർട്ടിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി കാർഡിയോളജിസ്റ്റിനെ പോകുന്നു, ECG നോക്കുന്നു, ഈവൻ ആൻജിയോഗ്രാം വരെ എടുത്ത് നോക്കി ഒരു ഏതായാലും ഒരു ബ്ലോക്ക് ഇല്ല, അതിനല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടാണ് പലപ്പോഴും അതിൻ്റെ ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഒരു ECG എടുത്ത് നോക്കുന്നു, അതിൽ വ്യത്യാസമില്ല, എന്നിൽ കൂടിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 24 hours അതിന് ഹോൾട്ടർ മോണിറ്റർ ചെയ്ത് നോക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഇത്തരം ചികിത്സാ രീതികളിൽ കൂടി ആ അവയവത്തെ നമ്മൾ സംരക്ഷിക്കുന്നത്. പക്ഷേ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഒരു ഷുഗർ ഉണ്ടാകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഷുഗർ നിയന്ത്രിക്കുന്നതിലപ്പുറം, അതായത് ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗറോ നിയന്ത്രിക്കുന്നതിലപ്പുറം അത് കിഡ്നിയെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഉറപ്പുവരുത്താറില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന കിഡ്നി രോഗങ്ങളെ നമുക്ക് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? ഇന്ന് പ്രിവെൻഷൻ ഓഫ് കിഡ്നി ഡിസീസസ് ഞാനൊരു ടോപ്പിക്കായിട്ട് ചൂസ് ചെയ്ത ഈ കാരണത്തിനാണ്. ഇപ്പോൾ കിഡ്നി ഫെയിലിയറിൻ്റെ കുറിച്ചും ഡയാലിസിസിൻ്റെ കുറിച്ചും കഴിഞ്ഞ ഒരു 2 ഡീക്കേഡായിട്ട് ഈ സിറ്റിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത ആരുമില്ല. പക്ഷേ ആ സ്റ്റേജിൽ നമുക്ക് രോഗികളെ കാണാൻ വലിയ താല്പര്യമില്ല. അവരൊക്കെ അവിടെ എത്തുന്ന മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഒരു ഡയാലിസിസ് യൂണിറ്റിൽ 50 തൊട്ട് 60% ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ഡയബറ്റീസ് മുഖാന്തരമാണ് കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ട് അവിടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് ദേശ റൂം ഇത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡറി കോസസ് ഓഫ് കിഡ്നി ഡിസീസാണ്. വേറെ രോഗം മുഖാന്തരം കിഡ്നി ബാധിക്കപ്പെടുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഈ 2 അസുഖം തന്നെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്താൽ അത് റീനൽ ഫെയിലിയർ വരെ എത്താതെ കുറേയൊക്കെ നോക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി ഈസ് റീനൽ ഡിസീസ് പ്രിവെൻറ്റബിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പ്ലസ് മൈനസ് ആൻസർ. ബട്ട് ക്യാൻ വി പോസ്റ്റ്പോൺ ദ ഡിസീസ്? Definitely. And can we prevent the last stage of coming by another 10 to 15 years? That's a big achievement. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഗോൾ ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും മാം, ഈ കുട്ടിക്കാലത്ത് മുതൽ തന്നെ ഈ കിഡ്നി രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ പലതരം നമുക്കറിയാം, കുട്ടികളുണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കിടന്നു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ന്യൂ ബോൺസോ അല്ലെങ്കിൽ ആദ്യത്തെ 1 ഇയറിൽ വരുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് വളരെ സീരിയസ് ആയിട്ടാണ് ഡോക്ടർമാർ, ഈവൻ പേരൻസിനെക്കാട്ടി കൂടുതൽ സീരിയസ്നെസ് ഒരു പക്ഷേ ഡോക്ടേഴ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടിക്കാലത്ത് വരുന്ന ഇൻഫെക്ഷൻസ് അത് കിഡ്നി എത്രത്തോളം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? നമ്മൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ഇത്തരം രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കും? ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിലുണ്ടാവുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻ. ഒരു വ്യക്തിയുടെ ജീവിതകാലത്തിൽ ഒരു 3-4 തവണ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നിരിക്കും. ഇറ്റ്സ് എ നോർമൽ തിങ്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം പലപ്പോഴും അത് നോട്ടീസ് പോലും ചെയ്യാതെ അത് തന്നെ ഇറ്റ് ഗെറ്റ്സ് കറക്റ്റഡ്. അതിൻ്റെ കാര്യം ഇതാണ്, യൂറിനറി ഇൻഫെക്ഷൻ ചെറിയ രീതിയിൽ വന്നാൽ ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ ചിലപ്പം സബ്സൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ 1 ഡോസ് ആൻറ്റിബയോട്ടിക്കിൽ പോലും മാറും. അത്രയും സിമ്പിളായിട്ട് നോട്ട് റിക്വയറിങ് മേജർ ട്രീറ്റ്മെൻറ്റ് തൊട്ട് ഒരു ലൈഫ് ത്രെറ്റനിങ് യൂറോസെപ്സിസ് വരെ പോകാനുള്ള റേഞ്ചുള്ള അസുഖമാണ്. അതായത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന അസുഖം മുതൽ വളരെ സീരിയസ് ആയിട്ട് ഒരു മരണം വരെ സാധിക്കാൻ ഒരു പക്ഷേ. അപ്പോൾ ഈ നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ തടസ്സം ഉണ്ടാവാത്ത യൂറിനറി ട്രാക്കിൽ സാധാരണ മൈൽഡായിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ വളരെ സിമ്പിളാണ്, ക്യാൻ ബി ട്രീറ്റഡ് ബൈ എനിബഡി. നെഫ്രോളജിസ്റ്റോ സ്പെഷ്യലിസ്റ്റിൻ്റെ ഏത് സിമ്പിൾ ഡോക്ടറിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ തടസ്സം കൂടി ഉണ്ടായിട്ടുണ്ടാവുന്ന യൂറിനറി ഇൻഫെക്ഷനാണ് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഇൻഫെക്ഷനാണ് പലപ്പോഴും യു നീഡ് മോർ ഹെൽപ്പ്. യു ഹാവ് ടു നമുക്ക് യൂറിനറി ട്രാക്ട് അസസ് ചെയ്യണം, ഡെവലപ്മെൻറ്റൽ അനാമലീസ് ഉണ്ടോ, കല്ലിൻ്റെ തടസ്സമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഓർ പലപ്പോഴും ഇന്നാഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഡ്രഗ് ഡോസ് പോയിട്ടില്ല. ആൻഡ് അത് റിക്കർ ചെയ്യുന്നത് പലപ്പോഴും പേഷ്യൻറ്റും
ഫോളോ ചെയ്യുന്ന ഫിസിഷ്യനും അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അതങ്ങോട്ട് ചെന്ന് ഒരു ക്രോണിക് ആക്റ്റീവ് ഡിസീസായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട്. തീർച്ചയായും ഇത്തരം കിഡ്നി രോഗങ്ങൾ നമ്മൾ പ്രതിരോധിക്കാൻ 100% പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാം നേരത്തെ പറഞ്ഞതിലൊക്കെ പ്രമേഹം മൂലം ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ നമുക്ക് ഒരു സെക്കൻഡറി പ്രിവെൻഷൻ എന്നുള്ളത് രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും അതൊരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരുന്നത് ഒരു 10-15 ഇയേഴ്സ് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് വരുന്ന ഇത്തരം അസുഖങ്ങൾ, അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹൈഡ്രോനെഫ്രോസിസ്, ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒരു കിഡ്നി രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കുട്ടിക്കാലത്ത് വരുന്ന ഇൻഫെക്ഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അത് നീഡ്സ് പ്രോപ്പർ വർക്കപ്പ്, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ശരിക്കുള്ള ഫോളോ അപ്പ് വേണം. എന്നാൽ അത് വലിയൊരു സീരിയസ് അസുഖം ആവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ കുട്ടിക്കാലത്ത് വരുന്ന 2 അതർ വെരി കോമൺ ഡിസീസസ് ഉണ്ട്. ഒന്ന് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമെരുലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അതും BP കൂടും, ബ്ലഡ് ഉണ്ടാവും യൂറിനിൽ, നീര് വയ്ക്കും. ഇത് സമയത്തിന് ഡിറ്റക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ ഒരു കിഡ്നി ഫെയിലിയറിലോട്ട് പോകാതെ ഇരിക്കും. പ്ലസ് കിഡ്നി ഓൾമോസ്റ്റ് ഒരു 95% കുഞ്ഞുങ്ങളിൽ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യുന്ന അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് മാറ്റാനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രദ്ധയോടെ എങ്ങനെയാണ് കിഡ്നി ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ വെൻ ടു അപ്രോച്ച് എ ഡോക്ടർ. ഇപ്പോൾ കിഡ്നി ഡിസീസ് ഏത് കാരണത്തെ 10-100 തരം കിഡ്നി രോഗങ്ങളുണ്ട്. ഏത് കാരണത്തിൽ നിന്നാണെങ്കിലും ഒരു 6-7 തരം മാനിഫെസ്റ്റേഷൻസേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഒന്ന് പ്രോട്ടീൻ ലീക്ക് ഇൻ ദ യൂറിൻ, അതൊരു സൈനാണ്. ബ്ലഡ് ഇൻ ദ യൂറിൻ, പിന്നെ പെയിൻ ഇൻ ദ ലോയിൻ, കിഡ്നി ഉള്ള റീജിയനിൽ പെയിൻ. ആ കിഡ്നി ഉള്ള റീജിയനിൽ പെയിന് ചിലപ്പം ഒരു അക്യൂട്ട് ഇൻഫെക്ഷന്, പനി, വിറയൽ, ഛർദിൽ, ആ സ്ഥലത്ത് പെയിൻ, അതൊരു അക്യൂട്ട് ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം കോളിക്കി പെയിൻ, ഒരു സ്റ്റോണിൻ്റെ ലക്ഷണമായിരിക്കും. പിന്നെ ഉള്ളത് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത്. മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് സാധാരണ ഒരു നല്ല കുറവാണെങ്കിൽ എല്ലാവരും നോട്ടീസ് ചെയ്യും. ചെറിയ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന നീര് പലപ്പോഴും നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കാൻ. കണ്ണിൻ്റെ പൊള്ളിൽ നീര്, കാലിൽ നീര്, പിന്നെ കുറേ കൂടി കഴിയുമ്പോൾ ശ്വാസം മുട്ട്. ദീസ് ആർ സം കോമൺ സിംറ്റമോളജീസ്. പിന്നെ ഇത് ഈ പറയുന്ന ചില്ലറ കാര്യങ്ങളിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് കിഡ്നി ഷട്ട് ഡൗൺ ഉണ്ട്. അത് പെട്ടെന്നുണ്ടാവുന്ന ഷട്ട് ഡൗൺ ആണെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും. അത് നോട്ടീസ് ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല, കാരണം അത്ര വയലൻ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അതർ കസിൻ ഇസ് ക്രോണിക് റീനൽ ഫെയിലിയർ. അത് ഇൻസിഡിയസ് ഓൺസെറ്റ് എന്ന് പറയും. പതുക്കെ പല സിംറ്റംസ് ഓവർ ദി ഇയേഴ്സ്. ഡയബറ്റീസ് ഉള്ളവർ, പ്രഷർ ഉള്ളവർ വർഷങ്ങളെടുത്തിട്ടാണ് കിഡ്നി പോകുന്നത്. അപ്പോൾ പലപ്പോഴും ലാസ്റ്റ് സ്റ്റേജ് വരെ സിംറ്റംസ് കാണില്ല. കിഡ്നി ഡിസീസിൻ്റെ ഒരു മേജർ ഒരു വാർണിംഗ് ആണ്, പലപ്പോഴും ഇറ്റ് ഈസ് എ സൈലൻറ്റ് ഡിസീസ്. ഇറ്റ് ക്യാൻ ഫൂൾ ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഡോക്ടർ. അതുകൊണ്ടാണ് ചില ചെക്കപ്പ് അത്യാവശ്യം എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സാധാരണ മാം ഒരു ഏത് നെഫ്രോളജിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, സാധാരണ നമ്മുടെ ഫിസിഷ്യൻസ് ഇതേ കണക്ക് നമ്മൾ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ റെഗുലർ റൊട്ടീൻ ഇത്തരം പ്രമേഹവും ഹൈപ്പർ ടെൻഷനും സാധാരണ ഇൻഫെക്ഷനും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ECG എടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ കിതപ്പുണ്ടെങ്കിൽ ECG എടുക്കുക. പലപ്പോഴും ഈ കിഡ്നിയുടെ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഇല്ല, നോക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഏത് മെഡിക്കൽ ചെക്കപ്പ് ആവട്ടെ, ഒരു പ്രഗ്നൻറ്റ് ലേഡി ആവട്ടെ, ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു കാരണം, യൂറിൻ റൂട്ടീൻ ഒരു സർജറിക്ക് മുമ്പ് ചിലപ്പോൾ ഒരു ഹെർണിയ എടുക്കാൻ വന്ന പേഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില്ലറ കാര്യത്തിന്, പക്ഷേ യൂറിൻ എക്സാമിനേഷൻ ഈസ് എ മസ്റ്റ്. അത് വച്ചിട്ട് യൂറിൻ എക്സാമിനേഷനിൽ തന്നെ നമുക്കൊരു 8-10 പോയിൻറ്റേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സ്ക്രീനിങ് ഈസ് പ്രൊപ്പഗേറ്റഡ് ഫോർ മോർ ദാൻ എ സെഞ്ച്വറി. അതും ഒരു സൈഡ്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യു ഹാവ് ടു ഡു എല്ലാ 6 മാസം കൂടുമ്പോൾ ഒരു സിറം ക്രിയാറ്റിനിൻ, ഒരു യൂറിൻ ഫോർ മൈക്രോ ആൽബ്യൂമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, ഇങ്ങനത്തെ 2-3 ടെസ്റ്റ് എവറി 6 months. കാരണം ഈ മൈക്രോ ആൽബ്യൂമിൻ പോസിറ്റീവായിട്ട് കണ്ട ആൻഡ് വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ ഇത് റിവേഴ്സിബിളാണ്.
ബൈ ദ ഹെൽപ്പ് ഓഫ് ARB or AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. പ്ലസ് നമുക്ക് പേയിങ് മച്ച് മോർ അറ്റൻഷൻ ടു ദെയർ കൺട്രോൾ ഓഫ് ദെയർ ബ്ലഡ് പ്രഷർ. ഇപ്പോൾ ബ്ലഡ് പ്രഷറോ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ actually WHO has declared that hypertension is probably the single most preventable diseases from which premature deaths happen. Premature ആയിട്ട് നമ്മൾ മരിക്കാൻ ഒരു മേജർ കാരണം ഹൈപ്പർ ടെൻഷൻ. പക്ഷേ ഈ അസുഖം സൈലൻ്റ് ആണ്, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. ലോകത്ത് ഉള്ള ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിൽ പാതി പേരും നമ്മൾ ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. ഡിറ്റക്റ്റ് ചെയ്ത പേരിലും പാതി മരുന്ന് എടുക്കത്തില്ല. മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവരും ഇന്നാഡിക്വേറ്റ് ആയിട്ട് എടുക്കുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് പറ്റുന്ന എന്താണ്? ഹാർട്ട് പോവും, സ്ട്രോക്ക് വരും, കിഡ്നി ഫങ്ഷൻസ് എഫക്റ്റ് ആവും, പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടാവും, റെറ്റിനോപ്പത്തി ഉണ്ടാവും. പക്ഷേ നമ്മൾ ബ്ലഡ് പ്രഷർ ഒരു മുകളിലത്തെ ഭാഗം ഒരു 20% സിസ്റ്റോളിക് പ്രഷർ 20 മില്ലിമീറ്റേഴ്സ് വെച്ച് കുറയ്ക്കുക, ഡയസ്റ്റോളിക് 10 മില്ലിമീറ്റർ വെച്ച് കുറച്ചാൽ 50% റിഡക്ഷനാണ് സ്ട്രോക്കും ഹാർട്ട് ഡിസീസിനും. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് കിഡ്നി എത്രയാണ് ഇല്ല, ബട്ട് ദെയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ കിഡ്നി. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് കൺട്രോൾ ചെയ്യാൻ. is totally hypertension preventable അല്ല, പക്ഷെ several lifestyle modifications ഉണ്ട് which is even simpler than diabetes. എന്ന് വെച്ചാൽ സോൾട്ട് കുറയ്ക്കുക, ആൽക്കഹോൾ കൺസംഷൻ കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് 30 minutes a day. പിന്നെ ഒരു കോഷനുണ്ട്, എക്സസൈസ് ചെയ്യുമ്പോഴും 30 minutes of brisk walking is recommended and moderate exercise എടുക്കുക. ഭയങ്കര ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഐസോമെട്രിക് എക്സസൈസും സ്ട്രെന്യൂസ് ആയിട്ടുള്ള എക്സസൈസ് BP ഉള്ളവരിൽ ക്യാൻ ബി സംടൈംസ് ഡേഞ്ചറസ്. ആ ഒരു കോഷൻ BP ഉള്ള പേഷ്യൻസിന് എടുക്കണം. പിന്നെ ഉള്ളത് ആൽക്കഹോൾ കൺസംഷൻ്റെ കാര്യം വരുമ്പോൾ, ഇഫ് യു ടേക്ക് മോർ ദൻ 2 drinks a day ഫോർ എക്സാമ്പിൾ, there is a chance of increasing the BP കൂടാനുള്ള ഒരു 1.5 times more than the normal population. തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദീസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഈസിലി മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡയറ്റ് റിച്ച് ഇൻ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. നമ്മൾ കുറേ ഫാറ്റി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം, ഓയിലി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം, റെഡ് മീറ്റ് കൺസംഷൻ കുറച്ച് കുറയ്ക്കണം, പിന്നെ ഫിഷിൻ്റെ കൺസംഷൻ കൂട്ടണം. ഇതൊക്കെ നമ്മളുടെ വളരെ ഒരു നോർമൽ കേരള ഡയറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ചില ആൾക്കാർക്കാട്ടെ നമുക്കറിയാം, 40-50 വയസ്സ് കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാവില്ല, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല, നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. പാരമ്പര്യമായിട്ടും ഇവർക്ക് ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്ന സാധ്യതകളും ഇല്ല. അവർ അത്തരം ആൾക്കാർക്ക് കിഡ്നി രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പ്രഷർ, ബ്ലഡ് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് കിഡ്നിയുടെ അസുഖങ്ങൾ വരുന്നതിൻ്റെ പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ വയസ്സാവുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ്, ഓൾഡ് ഏജ് ഇറ്റ് സെൽഫ് ഇൻക്രീസസ് യുവർ പ്രൊപ്പൻസിറ്റി ഫോർ കിഡ്നി ഡിസീസസ്. പിന്നെ ഏത് പേഷ്യൻറ്റും ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ, വേറെ എന്ത് അസുഖത്തിനും ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഹോസ്പിറ്റൽ ഇൻഡ്യൂസ്ഡ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വളരെ സീരിയസ് പേഷ്യൻറ്റിൽ നമ്മൾ ചിലതരം മരുന്നുകൾ ഉപയോഗിക്കുന്നത്, ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ കോംപ്രമൈസ്ഡ് ആണ്, ബ്ലഡ് പ്രഷർ കുറവാണ്, ഹൈപ്പോവോളീമിയ ഉണ്ട്. അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ മരുന്നുകൾ ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ട് പെയിൻ കില്ലേഴ്സ്, ദി ടോപ്പ് ദി ലിസ്റ്റ് ഓഫ് നെഫ്രോടോക്സിൻസ്. പിന്നെ ഉള്ളത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ആൻറ്റിബയോട്ടിക്സാണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിഡ്നി ഒരാഴ്ചയുടെ യൂസ് കഴിഞ്ഞിട്ടാണ് മിക്കവാറും കിഡ്നി ഫെയിലിയറിലോട്ട് പേഷ്യൻറ്റ് പോകുന്നത്. പക്ഷേ പലപ്പോഴും ഒരു കിഡ്നി പ്രോബ്ലം ഡെവലപ്പ് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല, കാരണം യൂറിൻ ഔട്ട്പുട്ട് നോർമലാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഒരു നോൺ ഓളിഗ്യൂറിക് റീനൽ ഫെയിലിയർ ഉണ്ടെന്നുള്ള അവയർനെസ്സോടുകൂടി നോക്കുന്ന ടീം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കും.
പിന്നെ ഉള്ളത് ടി ബിക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ചില അനസ്തെറ്റിക് ഏജൻസ്, ചില കീമോതെറപ്യൂട്ടിക്, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. ഇതൊന്നും ഉപയോഗിച്ചുകൂടാ കിഡ്നി പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ടു ബി അവെയർ ദാറ്റ് യു ഹാവ് ടു യൂസ് ദീസ് ഡ്രഗ്സ്. പക്ഷേ ഒരു കോഷൻ വേണം നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ. എൽഡർലി പേഷ്യൻസിന് ഒരു ഡോസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനെ, പ്രീ എക്സിസ്റ്റിംഗ് കിഡ്നി ഡിസീസ് ഉള്ളവർക്കും ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് പലപ്പോഴും വേണ്ടി വരും. ആൻഡ് ഒരു എവറി 72 hours ചില്ലറ മോണിറ്ററിങ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നാലും ഇതിൽ നിന്നുള്ള ദോഷങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് ഈ എക്സോജീനസ് ടോക്സിൻസ് എന്ന് പറയും. പിന്നെ there are certain type of endogenous toxins. ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിന്യൂറിയ എന്ന് വെച്ചാൽ ബ്ലഡ് സെൽസ് പലപ്പോഴും ഫ്രജൈലായി പൊട്ടിപ്പോണ ചിലതരം അസുഖങ്ങളുണ്ട്. മയോഗ്ലോബിന്യൂറിയ എന്ന് പറഞ്ഞാൽ സ്കെലറ്റൽ മസിൽ ഡിസ്ട്രോയ്, അത് ഈ ക്രഷ് ഇഞ്ചുറി ഇല്ലെങ്കിൽ ജെന്നി വന്നതിന് ശേഷം ഇങ്ങനത്തെ രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പം നമ്മളുടെ മസിൽ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് തന്നെ പോയി കിഡ്നിയുടെ ട്യൂബേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ ചില മൈലോമ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ലൈറ്റ് ചെയിൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ദാറ്റ് ക്യാൻ ഓൾസോ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഈ ചില കണ്ടീഷൻസിൻ്റെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് റീനൽ ഫെയിലിയർ ഈ കണ്ടീഷൻസിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ഹൈഡ്രേഷൻ, ക്ലോസ് ഫോളോ അപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ കണ്ടീഷൻസ് വാർഡ് ഓഫ് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എല്ലാ കണ്ടീഷൻസിലും എസെൻഷ്യലാണ്. കിഡ്നി ഈസ് നോട്ട് ദി ഓൺലി തിങ് ടു ബി പ്രൊട്ടക്റ്റഡ്. ദി എൻറ്റയർ ബോഡി ഹാസ് ടു ഡിസീസ് കണ്ടീഷൻ ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ, ബട്ട് കോഷൻ വേണം. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കിഡ്നി രോഗങ്ങളുടെ തുടക്കം എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കാം സാധാരണഗതിയിൽ ഉണ്ടാക്കുക, ഏതൊക്കെ ലക്ഷണങ്ങളെ ആയിരിക്കണം പലപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമുക്കറിയാം കാലിൽ ഒരു 50 അല്ല 60 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് കാലിൽ കുറച്ച് നീരുണ്ടെങ്കിൽ പലപ്പോഴും ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പലപ്പോഴും കാലൊരു വെരിക്കോസിൻ്റെ ഒരു ബുദ്ധിമുട്ടൂടെ ഉണ്ടെങ്കിൽ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു 50 വയസ്സോ 60 വയസ്സോ ഓൾഡ് ഏജിലോ ഒരു സീനിയർ സിറ്റിസൺ ലെവലിലോ നമ്മൾ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ്? അപ്പം നിങ്ങൾ പറഞ്ഞ ആദ്യത്തേത് കണ്ടീഷൻ നീരാണ്. ഞങ്ങളുടെ സെറ്റ് ഓഫ് അസുഖങ്ങളിൽ ഒരു നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് അസുഖത്തിൻ്റെ ലക്ഷണമുണ്ട്. അത് ലൈക്ക് പഫിനെസ് ഓഫ് ഐസ്, കൺപൊള്ളയിൽ നീര്, കാലിൽ നീര്, വയറിൽ നീര്, ശ്വാസം മുട്ട് പല സ്റ്റേജിലായിട്ട് വരാം. പിന്നെ ഉള്ളത് മൂത്രം പതയുന്നത്, മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടാകുന്നത്, മൂത്രത്തിൻ്റെ ഫ്രീക്വൻസി കൂടുന്നത്, ഓർ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിരിക്കും. ഫ്രീക്വൻസി കൂടുന്ന ചിലപ്പം തടസ്സവും, കാരണം അതേ യൂറിൻ പാസ് ചെയ്യാൻ പലതവണയായിട്ട് ആയിരിക്കും അത് എംറ്റി ചെയ്യാൻ പറ്റുന്ന ബ്ലഡ്. അപ്പോൾ ഈ യൂറിനറി സിംറ്റംസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, നീരുണ്ടോ എന്ന് നോക്കണം. പിന്നെ പലപ്പോഴും ടയേർഡ്നെസ്, ജനറലൈസ്ഡ് ടയേർഡ്നെസ്, നമ്മളുടെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് കുറയുന്നത്, നമുക്ക് വിശപ്പ് കുറയുന്നത്, നമുക്ക് ഏത് സമയത്തും ഭക്ഷണം കാണുമ്പോൾ ഒരു ഓക്കാനം, ഛർദിൽ വരാനുള്ള ലക്ഷണം, ഇതൊക്കെ കാണുമ്പോഴും പലപ്പോഴും യു ഹാവ് ടു ടെസ്റ്റ് ഫോർ കിഡ്നി ഡിസീസ്. ഇതൊക്കെ ജനറലൈസ് സിംറ്റംസ് ആണ്. പക്ഷേ പേഴ്സൺ ഈസ് നോട്ട് ഫീലിംഗ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എനർജി ലെവലിൻ്റെ ഒരു 50% ഉള്ളൂ. തീർച്ചയായിട്ടും കിഡ്നിയുടെ രോഗം ഉണ്ടോ എന്ന് പ്രത്യേകിച്ച് പോകും. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ക്ലിക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ സാധിക്കുന്ന കിഡ്നി രോഗങ്ങളെക്കുറിച്ചാണ്. ഡോക്ടർ സരോജ നായരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്കറിയാം ഏത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടർ പറയുക, സാധാരണഗതിയിൽ പറയുക, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഈ നെഫ്രോളജിസ്റ്റ് അടുത്ത് പറ്റുന്ന കൂടുതൽ പേഷ്യൻ്റ് അടുത്തും ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് ഇത്ര ലിറ്ററായിട്ട് അത് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ കിഡ്നി രോഗമുള്ളവ എല്ലാവർക്കും തന്നെ ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ നമ്മൾ ഫലപ്രദമായിട്ട് തന്നെ നടത്തേണ്ടതുണ്ടോ? അതുപോലെ തന്നെ സാൾട്ട് റെസ്ട്രിക്ഷൻ? വളരെ നല്ല ചോദ്യമാണ്. ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ എല്ലാ കിഡ്നി പേഷ്യൻസിനെയും ഞങ്ങൾ പറയാറില്ല. കിഡ്നി ഫങ്ഷൻസ് കുറഞ്ഞു പോവും. ബിലോ 30% ഓഫ് ദ കിഡ്നി ഈസ് ഫങ്ഷനിങ്, പിന്നെ ഫ്ലൂയിഡിൻ്റെ റെസ്ട്രിക്ഷൻ്റെ ആവശ്യം വരും. കാരണം ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾ ഒരു 10 ലിറ്റർ വെള്ളം കുടിച്ചെന്ന് വെച്ചോളൂ, നാളെ നിങ്ങൾ
കാണുമ്പോൾ നിങ്ങൾ യു ആർ നോട്ട് എ ബ്ലോട്ടഡ് ബലൂൺ, യു ആർ ജസ്റ്റ് ദ സെയിം പേഴ്സൺ ബിക്കോസ് യുവർ കിഡ്നി ഹാസ് വർക്ക്ഡ്, കോട്ടൺ റീഡ് ഓഫ് വാട്ട് എവർ ഈസ് നോട്ട് നെസസറി. നമ്മൾ അതേപോലെ ഇരിക്കാം. 1/2 ലിറ്റർ കുടിച്ചാലും ഒരു കുഴപ്പമില്ല. അത് ഉള്ള ഫ്ലൂയിഡ് വെച്ചിട്ട് all the functions, it is a perfect mechanism which works beautifully. ഇപ്പോൾ 30% കുറഞ്ഞു പോയാൽ നമ്മുടെ ഫങ്ഷനിങ്, നമ്മളെ കിഡ്നി ആദ്യം ലോഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഒന്ന് പറയുന്നത്. സോൾട്ട് റെസ്ട്രിക്ഷൻ ഈസ് ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം സോൾട്ട് അധികം കഴിച്ചാൽ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് എടുത്താലും നീര് കൂടാനുള്ള സാധ്യത. സോൾട്ട് ഈസ് ഡയറക്റ്റ്ലി, സോൾട്ട് ഇൻടേക്ക് പ്രഷറിനെ കൂട്ടാനായിട്ടുള്ള ഡയറക്റ്റ് എഫക്ട്സ് ആണ്. സോ സോൾട്ട് ഇൻടേക്ക് ഈസ് എ മച്ച് മോർ സീരിയസ് ആൻഡ് കുറയ്ക്കണം എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ലെവൽ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സാൾട്ട് അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഉപയോഗം എല്ലാവരും തന്നെ സാധാരണ നമുക്ക് ആവശ്യമുള്ളതിനെക്കാട്ടി കൂടുതലാണോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ രീതിയിലൊരു ഭക്ഷണ രീതി നമുക്കറിയാം. ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല രീതിയിൽ സാൾട്ട് കൂടുന്നുള്ളതാണ്. പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ക്യാനിലുള്ളതോ മറ്റേ പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡോ ബേക്കറി ഐറ്റംസിലൊക്കെ എല്ലാത്തില്ല, അതൊക്കെ വിട്ടോളൂ. നമ്മൾ സാധാരണ പിക്കിൾ എടുത്തോളൂ. ഒരു കഷ്ണം പിക്കിളിൽ അറൗണ്ട് 8 grams of salt. Now average consumption of salt നമുക്ക് ഒരു 100 milli equivalents of sodium മില്ല് വെച്ചിരുന്ന നമുക്ക് പ്രഷർ വരാതിരിക്കാനും പല രോഗങ്ങളിലും ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ടീസ്പൂൺ ഓഫ് സോൾട്ട് ഈസ് അബൌട്ട് 5 grams of sodium chloride. 1 gram of sodium chloride is 17 equal. എന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ ആയിരിക്കും മാക്സിമം ഒരു 24 മണിക്കൂറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് us are ഓവർ കൺസ്യൂമിങ്. ആൻഡ് നമ്മളുടെ ഇന്ത്യൻ ഡയറ്റ് പൊതുവേ, ലീവ് അലോൺ ദ പ്രോസസ്ഡ് ഫുഡ്സ് ആൻഡ് ദ ന്യൂ ഇൻട്രൊഡക്ഷൻസ്, പൊതുവേ നമ്മൾ ഇച്ചിരി കൂടുതൽ സോൾട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ കിഡ്നി രോഗങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് മെസ്സേജാണ് ഡോക്ടറെ കൊടുക്കാനുള്ളത്? എൻ്റെ ആദ്യത്തെ ഒരു മെസ്സേജ് ആയിരിക്കും ദാറ്റ് നമ്മൾ എന്താ പറയുന്ന ഒരു ചെക്കപ്പ് വൺസ് എ ഇയർ ചെയ്യണം. പിന്നെ എല്ലാ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഉള്ള പേഷ്യൻറ്റ് വർഷത്തിൽ 1-2 തവണ ഒരു കിഡ്നി ഫങ്ഷൻസ് നോക്കാനായിട്ട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അത് ബ്ലഡ് ഷുഗറിൽ ഒതുങ്ങുന്നത് അല്ല. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു വാസ്കുലർ ഡിസീസാണ്. നമ്മളുടെ തലച്ചോറ് തൊട്ട് നമ്മളുടെ ഫുട്ടിലുള്ള ബ്ലഡ് വെസൽസ് വരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അത് ഒരു 2 ഷുഗർ നോക്കി പിന്നെ പായസം കഴിച്ചിട്ട് ഒരു 1/2 ഗുളിയും കൂടെ കഴിച്ച് അത്ര സിമ്പിളായിട്ട് പോകുന്ന അസുഖമല്ല. പിന്നെ പ്രഷറുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഷർ നല്ല രീതിയിൽ കൺട്രോൾഡ് ആണെങ്കിൽ ഒരു 50-60% ഓഫ് കോംപ്ലിക്കേഷൻസ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. അത് വളരെ സിമ്പിളാണ്. ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റിനെക്കാട്ടിയും പ്രഷറിൻ്റെ മാനേജ്മെൻറ്റ് ഈസ് ഈസിയർ. എല്ലാ ലെവലിലും ചെയ്യാൻ പറ്റും. അത് ചെയ്തിരിക്കണം. പ്രഷറിനെ ഇഗ്നോർ ചെയ്യല്ലേ. പ്രഷറും ഡയബറ്റീസും കമ്പൈൻ ചെയ്യുമ്പോൾ 70% ആളുകളിൽ ഡയാലിസിസിൽ എത്തുന്നതാണ്. ആ 2 അസുഖത്തിനെയും നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ പല ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന വൃക്ക രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.